LBSൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം അടുത്ത് വരികയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഓരോ നഴ്സിംഗ് കോളേജുകളിലെ അഡ്മിഷൻ സാധ്യതകളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. കൊല്ലം ജില്ലയിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളെക്കുറിച്ചും അവിടെയുള്ള LBS അലോട്ട്മെൻറ്റ് സാധ്യതകളെക്കുറിച്ചുമാണ് ഈ വീഡിയോ. കൊല്ലം ജില്ലയിൽ ആകെ 11 കോളേജുകളിലായി ഏകദേശം 645 സീറ്റുകളാണുള്ളത്. അതിൽ 323 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടക്കുന്നത്. അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയം, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് അഞ്ചൽ, NS മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ട്രാവങ്കൂർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കര, പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ് ഓച്ചിറ, VNSS കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് വാളകം എന്നിങ്ങനെ 11 നഴ്സിംഗ് കോളേജുകളാണ് കൊല്ലം ജില്ലയിൽ പ്രൈവറ്റ് മേഖലയിലുള്ളത്. ഇതിൽ ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ്, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിലെ 20% സീറ്റുകൾ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കായുള്ളതാണ്. ഇനി LBS അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ വർഷം ഈ കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ നടന്ന അഡ്മിഷനുകളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ട്രാവങ്കൂർ കോളേജ് ഓഫ് നഴ്സിംഗ് 288.34, NS മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് 288.33, അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ് 285.83, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് 285.83, ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് 285, ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ് 281.67, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് 280.84, VNSS കോളേജ് ഓഫ് നഴ്സിംഗ് 279.16, വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് 279.17, പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ് 277.50, മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് 269.17 എന്നീ നിലകളിലാണ് ഈ കോളേജുകളിലെ സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഡേറ്റ അനുസരിച്ച് കൊല്ലം ജില്ലയിലെ ഒരു കോളേജുകളിലും 290 മുകളിൽ കട്ട് ഓഫ് വന്നിട്ടില്ല. ഏറ്റവും ഉയർന്ന കട്ട് ഓഫായി വന്നത് 288.34 ഇൻഡെക്സ് മാർക്കാണ്. ട്രാവങ്കൂർ കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ LBSന്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം ട്രാവങ്കൂർ കോളേജ് ഓഫ് നഴ്സിംഗിൽ ആകെ 35 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് 297.51 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 288.34 ഇൻഡെക്സ് മാർക്കുമാണ്. മാത്രമല്ല കൂടുതൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത് 290 കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ളവർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഇവിടെ 290 ഇൻഡെക്സ് മാർക്കിൽ മുകളിലുള്ളവർക്കായിരിക്കും അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. മറ്റൊരു ഉയർന്ന കട്ട് ഓഫ് വന്നിരിക്കുന്നത് NS മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. 288.33 ഇൻഡെക്സ് മാർക്കിലാണ് ഇവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ചാൽ 296.67 ഇൻഡെക്സ് മാർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ള അഡ്മിഷൻ. 290 താഴെ ഇൻഡെക്സ് മാർക്കുള്ള ആകെ 3 കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും 290 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ളവർക്കായിരിക്കും ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. ഉയർന്ന കട്ട് ഓഫ് വന്ന മറ്റൊരു കോളേജാണ് അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് 295.83 ഇൻഡെക്സ് മാർക്കിനും അവസാനിച്ചിരിക്കുന്നത് 285.33 ഇൻഡെക്സ് മാർക്കിനുമാണ്. കൂടുതൽ അഡ്മിഷൻ നടന്നിരിക്കുന്നതും 290നും 285 ഇൻഡെക്സ് മാർക്കിനും ഇടയിലുള്ളവർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും 285 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ളവർക്കായിരിക്കും ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. 285.83 ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്ത മറ്റൊരു കോളേജാണ് ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ ആകെ 33 സീറ്റുകളിലേക്കാണ് LBSൽ നിന്ന് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഇതിൽ 20% സീറ്റുകൾ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളാണ്. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നത് 295 ഇൻഡെക്സ് മാർക്കിനാണ്. ഏറ്റവും കുറഞ്ഞത് 285.84 ഇൻഡെക്സ് മാർക്കിനും. മൈനോറിറ്റി സീറ്റിൽ 270.84 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കോളേജ് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ 30 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 298.34 മുതൽ 285 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ക്രിസ്ത്യൻ മൈനോറിറ്റിക്കായി 6 സീറ്റുകളിലേക്കാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 281.67 ഇൻഡെക്സ് മാർക്കാണ് മൈനോറിറ്റി സീറ്റിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക്. ഈ വർഷവും 285 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ളവർക്കായിരിക്കും ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. ഇനി നമുക്ക് 285 ഇൻഡെക്സ് മാർക്കിൽ താഴെ അഡ്മിഷൻ കിട്ടാവുന്ന കോളേജുകൾ നോക്കാം. ആദ്യത്തെ കോളേജ് ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ 37 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടക്കുന്നത്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്ന ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് മാർക്ക് 297.5ഉം ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്ക് 281.67മാണ്.
ഇവിടെ 290-നും 280-നും ഇടയിലാണ് കൂടുതൽ സ്റ്റേറ്റ് മെറ്റ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 280 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കാവും ഈ വർഷവും ഇവിടെ സ്റ്റേറ്റ് മെറ്റിൽ അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യത. അടുത്തത് സെൻറ്റ് ജോൺസൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. അവിടെ 25 സീറ്റുകളിലേക്കാണ് LBS വഴി കഴിഞ്ഞ വർഷം അഡ്മിഷൻ നടന്നത്. അതിൽ 5 സീറ്റുകൾ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റാണ്. 296.66-നും 280.84 ഇൻഡെക്സ് മാർക്കിനും ഇടയിലുള്ളവർക്കാണ് ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. മൈനോറിറ്റി സീറ്റിൽ 256.67 ഇൻഡെക്സ് മാർക്കിനാണ് ലാസ്റ്റ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. മിക്കവാറും ഈ വർഷവും 280 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ളവർക്കായിരിക്കും സ്റ്റേറ്റ് മെറിറ്റിൽ ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി 280-ൽ താഴെ കട്ട് ഓഫ് വന്ന കോളേജുകളാണ് നോക്കുന്നത്. ആദ്യത്തേത് VNSS കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ ആകെ 30 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടന്നിട്ടുള്ളത്. 290-ന് മുകളിൽ ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ നടന്നത്. കൂടുതൽ അഡ്മിഷൻ നടന്നതും 285-നും 280-നും ഇടയിൽ ഇൻഡെക്സ് മാർക്കുള്ളവർക്കാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്കായി വന്നത് 293.33, ഏറ്റവും കുറഞ്ഞത് 279.16. ഈ വർഷവും 280 ഇൻഡെക്സ് മാർക്കിൽ കൂടിയവർക്കായിരിക്കും ഇവിടെ കൂടുതൽ സാധ്യത. മറ്റൊരു കോളേജ് വിജയ കോളേജ് ഓഫ് നഴ്സിംഗ്. അവിടെ ആകെ 42 സീറ്റുകളിലേക്കാണ് കഴിഞ്ഞ വർഷം LBS വഴി അഡ്മിഷൻ നടന്നത്. അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് 279.17 ആണ്. ഈ കോളേജിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്ക് 298.34 ആണ്. 280-ൽ താഴെ 4 അഡ്മിഷൻസാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ഈ 4 അഡ്മിഷൻസും നടന്നിരിക്കുന്നത് 279.17 ഇൻഡെക്സ് മാർക്കിനാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും 280-ൽ കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ളവർക്കായിരിക്കും ഇവിടെ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. അടുത്തത് പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ 20 സീറ്റുകളിലേക്കാണ് LBSൽ അഡ്മിഷൻ നടക്കുന്നത്. 288-നും 277-നും ഇടയിലാണ് ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ കൂടുതൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 280 ഇൻഡെക്സ് മാർക്കിനും 275 ഇൻഡെക്സ് മാർക്കിനും ഇടയിലുള്ള കുട്ടികൾ തീർച്ചയായും ഓപ്ഷൻ വെക്കേണ്ട ഒരു കോളേജാണിത്. VK കാറ്റഗറിയിലെയും SC കാറ്റഗറിയിലെയും KN കാറ്റഗറിയിലെയും കൊല്ലം ജില്ലയിലെ ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് വന്നിരിക്കുന്ന കോളേജും ഇതാണ്. അടുത്ത കോളേജ് മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് വാളകമാണ്. ഇവിടെ ആകെ 15 സീറ്റുകളാണുള്ളത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും താഴ്ന്ന കട്ട് ഓഫ് വന്നിരിക്കുന്ന കോളേജാണിത്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് ആരംഭിച്ചത് തന്നെ 281.67 ഇൻഡെക്സ് മാർക്കിനാണ്. 280-ൽ താഴെയാണ് 99% അഡ്മിഷൻസ് നടന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 269.17 ഇൻഡെക്സ് മാർക്കാണ്. ഈഴവ, BH, മുസ്ലിം, ST തുടങ്ങിയ കാറ്റഗറികളിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നതും ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ തീർച്ചയായും ഈ കോളേജ് ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. LBSൽ അലോട്ട്മെൻറ്റ് നടക്കുന്ന എല്ലാ കോഴ്സുകളിലും ഓരോ കോളേജുകളിലും വന്ന കട്ട് ഓഫ് മാർക്കുകൾ ഓരോ വിഭാഗത്തിൻ്റെയും പ്രത്യേകമായി LBSൻ്റെ പോർട്ടലിൽ ലഭ്യമാണ്. എല്ലാ കുട്ടികളും ആ ഡീറ്റെയിൽസുകൾ നോക്കി എവിടെയാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്കിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലാക്കി കോളേജ് ഓപ്ഷൻ വയ്ക്കുക. ഈ കോളേജുകളുടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്തെന്നാൽ കൊല്ലം ജില്ലയിലെ ഏകദേശം എല്ലാ കോളേജുകളിലും ആദ്യ അലോട്ട്മെൻറ്റുകളിൽ തന്നെ സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്. സീറ്റുകൾ കുറവായതുകൊണ്ടാകാം അങ്ങനെ വന്നത്. എന്നാൽ ഈ വർഷം ഇതിൽ പല കോളേജുകളും സീറ്റ് വർധനവിനായി അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സീറ്റുകളിൽ വർധനവുണ്ടാവുകയോ പുതിയ കോളേജുകൾ അനുവദിക്കുകയോ ചെയ്താൽ ഇൻഡെക്സ് മാർക്ക് കുറവുള്ള കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കും. നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് ഹൈ ഡിമാൻഡ് ആയതിനാൽ ഒരുപാട് കുട്ടികൾ അഡ്മിഷനായി കാത്തിരിപ്പുണ്ട്. അവർക്കെല്ലാം തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികൾക്കും അവരവർ ആഗ്രഹിക്കുന്ന കോളേജിൽ അവരവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.